നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം കനക്കുന്ന സാഹചര്യത്തിൽ 15 രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് PCR ടെസ്റ്റിലെ നെഗറ്റീവ് റിസൾട്ട് ഹാജരാക്കണമെന്ന് കുവൈറ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കഴിഞ്ഞ ദിവസം അറിയിക്കുകയുണ്ടായി. യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂറിനുള്ളിൽ നടത്തിയ ടെസ്റ്റിന്റെ നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കണം ഹാജരാക്കേണ്ടതെന്നും ഡയറക്ടറേറ്റ് ജനറൽ വ്യക്തമാക്കുകയുണ്ടായി. ഇതുകൂടാതെ ജലദോഷം, തുമ്മൽ, ചുമ, പനി പോലുള്ള കോവിഡ് ലക്ഷണങ്ങളൊന്നും ഉണ്ടാകാനും പാടില്ല. ഇത്തരത്തിൽ നെഗറ്റീവ് റിസൾട്ട് ഹാജരാക്കണമെന്ന നിബന്ധനയിൽ ഇന്ത്യയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ നിയമം മാർച്ച് 26-ന് പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമാക്കിയതിനാൽ തന്നെ കൊറോണ വ്യാപനം മൂലം ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് മാറ്റുമെന്നാണ് പ്രവാസികൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ വിദേശികൾക്ക് കുവൈറ്റിലേക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് തുടരുമെന്ന് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു. ട്വിറ്ററിലൂടെയാണ് ഇവർ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 15 രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് PCR ടെസ്റ്റിലെ നെഗറ്റീവ് റിസൾട്ട് ഹാജരാക്കണമെന്ന നിയമം സ്വദേശികൾക്കാണെന്നും വിദേശികൾക്ക് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിലക്ക് തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ഫെബ്രുവരി 7 മുതലാണ് വിദേശികൾക്ക് കുവൈറ്റ് വിലക്ക് ഏർപ്പെടുത്തിയത്. PCR നെഗറ്റീവ് പരിശോധനാ ഫലം ഉള്ളവർക്ക് കുവൈറ്റിലേക്ക് എത്താമെന്ന സർക്കുലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതോടെ പ്രവേശന വിലക്ക് നീക്കിയേക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രവാസികൾ. എന്നാൽ വിദേശികൾക്കുള്ള വിലക്ക് തുടരുമെന്ന് കാണിച്ച് ഇന്നലെയാണ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റിന്റെ ട്വീറ്റ് എത്തിയത്. കുവൈറ്റികളുടെ അടുത്ത ബന്ധുക്കൾ, ഗാർഹിക തൊഴിലാളികൾ, ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, നയതന്ത്ര ഉദ്യോഗസ്ഥർ എന്നീ വിഭാഗങ്ങൾക്ക് മാത്രമാണ് കുവൈറ്റിലേക്ക് യാത്രാനുമതിയുള്ളത്. ശ്രീലങ്ക, നേപ്പാൾ, തുർക്കി, ഇന്ത്യ, ബംഗ്ലാദേശ്, ഫിലിപ്പൈൻസ്, ജോർദാൻ, ബ്രിട്ടൻ, ഫ്രാൻസ്, ഒമാൻ, സൗദി അറേബ്യ, ഈജിപ്ത്, അമേരിക്ക, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.